നമസ്കാരം എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും PSC പള്ളിക്കൂടത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് LP UP സ്പെഷ്യൽ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ. നമ്മൾ 3-4 ക്ലാസ്സുകൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ PSC പള്ളിക്കൂടം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലാസ്സുകളെല്ലാം സ്വന്തമാക്കുക. പ്ലേലിസ്റ്റായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബോധനശാസ്ത്രം അഥവാ പെഡഗോഗി അല്ലേ. പെഡഗോഗി B.Ed ഒക്കെ കഴിഞ്ഞവർക്കറിയാം, TTC ഒക്കെ കഴിഞ്ഞവർക്കറിയാം. ബോധനശാസ്ത്രം നമുക്ക് LP UP ടോപ്പിക്കിലുള്ള പഠിക്കാൻ നമുക്കുള്ള ഒരു വിഷയമാണ്. PSC ഇതുവരെ ബോധനശാസ്ത്രം എന്ന ഭാഗത്ത് നിന്നും PSC ഇതുവരെ ചോദിച്ച എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിനോട് അനുബന്ധിച്ച വസ്തുതകളും പഠിച്ച് നമ്മൾ ബോധനശാസ്ത്രം എന്ന ഭാഗം മുഴുവൻ കംപ്ലീറ്റ് ആയി കവർ ചെയ്യുകയും അതിൽ നിന്നുള്ള മുഴുവൻ മാർക്കും നിങ്ങൾക്ക് നേടിത്തരുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ്. മുഴുവനായും കാണാൻ ശ്രമിക്കുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരുമല്ലോ. അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിന്ന് ആദ്യമായി പഠിക്കാൻ പോകുന്നത് ഉദ്ഗ്രഥിത സമീപനത്തെക്കുറിച്ചാണ്. ഉദ്ഗ്രഥിത സമീപനം എന്താണ്? ഉദ്ഗ്രഥിത സമീപനം അതായത് മഴ, ഉത്സവം, യാത്ര തുടങ്ങിയ കുട്ടികളുടെ ജീവിത പരിസര അനുഭവങ്ങൾ അല്ലേ. മഴയൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഒരു അനുഭവം തന്നെയാണ്. അപ്പോൾ മഴ, ഉത്സവം, യാത്ര തുടങ്ങിയ കുട്ടികളുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും? ഗണിതം, ഭാഷ, പരിസര പഠനം, കല, കായികം തുടങ്ങിയ നൈപുണികൾ വികസിപ്പിച്ചെടുക്കുന്ന രീതിയാണ് എന്ത് പറയുന്നത്? ഉദ്ഗ്രഥിത സമീപനം അഥവാ ഉദ്ഗ്രഥിത പഠനം എന്ന് പറയുന്നത്. മനസ്സിലായോ? മഴ, ഉത്സവം, യാത്ര തുടങ്ങിയ കുട്ടികളുടെ ജീവിത പരിസര അനുഭവങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആ അനുഭവങ്ങളിലൂടെ കുട്ടിയെ പ്രാപ്തരാക്കുകയും പിന്നീട് ആ അനുഭവങ്ങളിൽ നിന്ന് ഗണിതം, ഭാഷ, പരിസര പഠനം, കല, കായികം തുടങ്ങിയ നൈപുണികൾ വികസിപ്പിച്ചെടുക്കുന്ന രീതിയാണ് എന്തു പറയുന്നത്? ഉദ്ഗ്രഥിത സമീപനം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ക്ലാസ്സിലാണ് ഈ ഉദ്ഗ്രഥിത സമീപനം ഉള്ളത്? വളരെ കുഞ്ഞു ക്ലാസ്സിൽ അല്ലേ. പ്രീ പ്രൈമറി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏതാണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഉദ്ഗ്രഥിത സമീപനമാണ്. പ്രീ പ്രൈമറി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉദ്ഗ്രഥിത സമീപനമാണ്. അതുപോലെ തന്നെ പ്രൈമറി ക്ലാസ്സിലാണ് ഈ ഉദ്ഗ്രഥിത സമീപനമുള്ളത്. അവർക്ക് പ്രത്യേകിച്ച് പഠിക്കാൻ ഒരു സബ്ജക്റ്റ് ഇല്ല അല്ലേ. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ പാഠ്യ സാഹചര്യം അനുസരിച്ച് 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലുമാണ് ഉദ്ഗ്രഥിത പഠന രീതി അവലംബിച്ചിരിക്കുന്നത്. അപ്പോൾ ഉദ്ഗ്രഥിത സമീപനം മനസ്സിലായല്ലോ. നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ജീവിതാനുഭവങ്ങളിൽ നിന്ന് ബാക്കി ഗണിതം, ഭാഷ, പരിസര പഠനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വികസിപ്പിച്ചെടുക്കുന്നതിനെയാണ് എന്ത് പറയുക? ഉദ്ഗ്രഥിത സമീപനം എന്ന് പറയുക. പ്രീ പ്രൈമറി ക്ലാസ്സിൽ അതായത് പ്രത്യേകിച്ചും 1-2 ക്ലാസ്സുകളിലാണ് നമ്മൾ ഉദ്ഗ്രഥിത പഠന രീതി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഒരു പ്രത്യേക വിഷയമില്ല അല്ലേ. ഈ ക്ലാസ്സുകളിൽ എന്തില്ല? പ്രത്യേക വിഷയമില്ല. അപ്പോൾ വിഷയാധിഷ്ഠിതമായ പാഠ്യപദ്ധതി അല്ലാത്തത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഉദ്ഗ്രഥിത സമീപനമാണ്. ഇതും എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. വിഷയാധിഷ്ഠിതമായ പാഠ്യപദ്ധതി അല്ലാത്തത് ഏതാണ്? ഉദ്ഗ്രഥിത സമീപനമാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു വിഷയമില്ല. കുട്ടികളുടെ മനസ്സിലുള്ള അനുഭവങ്ങളിൽ നിന്ന് പുതിയ വിഷയങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഉദ്ഗ്രഥിത സമീപനം പഠിച്ചു. പ്രീ പ്രൈമറി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉദ്ഗ്രഥിത സമീപനമാണെന്ന് പഠിച്ചു. വിഷയാധിഷ്ഠിതമായ പാഠ്യപദ്ധതി അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചാൽ അത് ഉദ്ഗ്രഥിത സമീപനമാണ്. അതുപോലെ തന്നെ പ്രൈമറി ക്ലാസ്സിൽ അവലംബിച്ചിരിക്കുന്നത് അതായത് 1-2 ക്ലാസ്സുകളിൽ അവലംബിച്ചിരിക്കുന്നത് ഉദ്ഗ്രഥിത പഠന രീതിയാണ് അല്ലെങ്കിൽ ഉദ്ഗ്രഥിത സമീപനമാണ് എന്ന് പഠിച്ചു വെക്കുക. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതിനോട് അനുബന്ധിച്ച വസ്തുതകളുമാണ്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇനി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാഷാ പഠന സിദ്ധാന്തങ്ങളാണ് അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. LP UP സ്പെഷ്യൽ ടോപ്പിക്കുകളിൽ എപ്പോഴും നമുക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം 2012-ലും 2016-ലും അതുപോലെ തന്നെ 2022-ൽ കഴിഞ്ഞ LP സ്കൂൾ അസിസ്റ്റന്റ് എക്സാമിനും ചോദിച്ച ചോദ്യമാണിത്. രചനാന്തരണ പ്രജനക വ്യാകരണം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാര്? രചനാന്തരണ പ്രജനക വ്യാകരണം. അപ്പോൾ ഇതുപോലെയുള്ള മലയാളം വേർഡ്സ് ഒക്കെ പഠിച്ചു വെക്കണം. രചനാന്തരണ പ്രജനക വ്യാകരണം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് നോം ചോംസ്കി അല്ലേ. നോം ചോംസ്കി നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ
ഒരു ഭാഷാശാസ്ത്രജ്ഞനാണ്. അപ്പോൾ നോം ചോംസ്കിയാണ് രചനാന്തരണ പ്രജനക വ്യാകരണം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. അത് പഠിച്ചു വെക്കുക. രണ്ടാമത്തെ ചോദ്യം ഇതും PYQ ആണ്. മനുഷ്യൻ ജനിക്കുന്നത് ഭാഷാ പഠന സിദ്ധാന്തത്തോടെയാണ് എന്ന് പറഞ്ഞത് അദ്ദേഹം തന്നെയാണ്. മനുഷ്യൻ ജനിക്കുന്നത് ഭാഷാ പഠന സിദ്ധാന്തത്തോടെയാണ് എന്ന് പറഞ്ഞത് ആരാണ്? നോം ചോംസ്കിയാണ്. മൂന്നാമത്തെ ചോദ്യം മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ സർവഭാഷാ വ്യാകരണം ഉണ്ട് എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? അതും നോം ചോംസ്കിയാണ്. മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ സർവഭാഷാ വ്യാകരണം ഉണ്ട് എന്ന ആശയം അവതരിപ്പിച്ചതും നോം ചോംസ്കിയാണ്. നാലാമത്തെ ചോദ്യമാണ് ഭാഷാ പഠന സിദ്ധാന്തം അടുത്തു നിൽക്കുന്നത് അല്ലെങ്കിൽ നോം ചോംസ്കിയുടെ ഭാഷാ പഠന സിദ്ധാന്തം ഏറ്റവും അടുത്തു നിൽക്കുന്നത് ഏതിനോടാണ്? ഭാഷാ ആഗിരണ സമീപനത്തോടാണ്. നോം ചോംസ്കി പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഭാഷ ആഗിരണം ചെയ്യാനുള്ളതാണ്, ജന്മസിദ്ധമായി നമുക്ക് കിട്ടുന്നതാണ്. ഭാഷാ ആഗിരണ സമീപനത്തോടാണ് അദ്ദേഹത്തിൻ്റെ പഠന സിദ്ധാന്തങ്ങൾ ഏറ്റവും അടുത്തു നിൽക്കുന്നത്. അപ്പോൾ 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു. നോം ചോംസ്കിയുടെ ഭാഷാ പഠന സിദ്ധാന്തം ഏറ്റവും അടുത്തു നിൽക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് PSC ചോദിച്ചത്. അപ്പോൾ ഏതാണ്? ഭാഷാ ആഗിരണ സമീപനമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോം ചോംസ്കിയെ കുറിച്ച് പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നുകൂടെ പറയാം. രചനാന്തരണ പ്രജനക വ്യാകരണം ആവിഷ്കരിച്ചു. പിന്നെ മനുഷ്യൻ ജനിക്കുന്നത് ഭാഷാ പഠന സിദ്ധാന്തത്തോടെയാണ് എന്ന് പറഞ്ഞു. മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ സർവഭാഷാ വ്യാകരണമുണ്ട് എന്ന ആശയം കൊണ്ടുവന്നു. ഭാഷാ പഠന സിദ്ധാന്തം നോം ചോംസ്കിയുടെ ഭാഷാ പഠന സിദ്ധാന്തം ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഭാഷാ ആഗിരണ സമീപനത്തോടെയാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വ്യക്തിയെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി പഠിക്കണ്ടേ? അപ്പോൾ നോം ചോംസ്കിയെ കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാം. അടുത്തതായി നോം ചോംസ്കിയെ കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാം. എല്ലാം പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ പിതാവ് അല്ലേ, ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോം ചോംസ്കിയാണ്. അതുപോലെ തന്നെ ചേഷ്ടാവാദത്തെ എതിർത്തു. എന്താണ് ചേഷ്ടാവാദം? അദ്ദേഹം പറഞ്ഞത് മൃഗങ്ങളുടെ ചേഷ്ടയുമായി താരതമ്യം ചെയ്ത് ഭാഷാ പഠനത്തെ അനുകരിക്കരുത് എന്നും എന്നാൽ മനുഷ്യൻ്റെ ഭാഷ അതിനേക്കാളും വളരെയധികം ഉയർന്ന തലത്തിലുള്ളതാണ് എന്നും പറഞ്ഞത് നോം ചോംസ്കിയാണ്. അതായത് മൃഗങ്ങളുടെ ചേഷ്ടയുമായി നമ്മൾ ഭാഷയെ താരതമ്യം ചെയ്യരുത് എന്നും മനുഷ്യൻ്റെ ഭാഷ അതിനേക്കാളും അതീതമാണ് അല്ലെങ്കിൽ അത്രയ്ക്കും അമൂല്യമാണ് എന്നൊക്കെ പറഞ്ഞത് ആരാണ്? നോം ചോംസ്കിയാണ്. അതാണ് ചേഷ്ടാവാദം അല്ലേ. അപ്പോൾ അദ്ദേഹം അതിനെ എതിർത്തു. അപ്പോൾ ചേഷ്ടാവാദത്തെ എതിർത്തത് ആരാണ്? നോം ചോംസ്കിയാണ് എന്ന് പഠിച്ചു വെക്കുക. അടുത്തത് അറിവ് എന്നത് കേവലം വിവരം അല്ല, അതായത് ഇൻഫർമേഷൻ അല്ല. അറിവ് എന്നത് കേവലം വിവരമല്ല, വിജ്ഞാനമാണ്, അതായത് നോളജ് ആണ് എന്ന് പറഞ്ഞത് ആരാണ്? നോം ചോംസ്കിയാണ്. അറിവ് എന്നത് കേവലം വിവരം അല്ല, ഒരു ഇൻഫർമേഷൻ മാത്രമല്ല, അറിവ് എന്നത് വിജ്ഞാനമാണ്, അതായത് നോളജ് ആണ് എന്ന് പറഞ്ഞത് നോം ചോംസ്കിയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്തത് ലാംഗ്വേജ് ആൻഡ് മൈൻഡ് എന്ന ഗ്രന്ഥം രചിച്ചത് നോം ചോംസ്കിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാംഗ്വേജ് ആൻഡ് മൈൻഡ് എന്ന ഗ്രന്ഥം രചിച്ചത് നോം ചോംസ്കിയാണ്. പിന്നെയോ യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തം ഭാഷാ വികസനത്തിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? നോം ചോംസ്കിയാണ്. യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തം ഭാഷാ പഠനത്തിൽ ഉൾപ്പെടുത്തിയത് അല്ലെങ്കിൽ ഭാഷാ വികസനത്തിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? നോം ചോംസ്കിയാണ്. മനുഷ്യന് ഭാഷ പഠിക്കാൻ ജന്മസിദ്ധമായ കഴിവാണ് ഭാഷാ സമാർജന ഉപകരണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യന് ഭാഷ പഠിക്കാൻ ജന്മസിദ്ധമായ കഴിവാണ് ഭാഷാ സമാർജന ഉപകരണം അഥവാ ലാഡ് അല്ലേ. ഈ ലാഡ് PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലാഡിൻ്റെ ഫുൾ ഫോം എന്താണ്? ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അല്ലേ. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്നാണ് ലാഡിൻ്റെ ഫുൾ ഫോം. അത് പഠിച്ചു വെക്കണം. അപ്പോൾ അതിൻ്റെ മലയാളം എന്താണ്? ഭാഷാ സമാർജന ഉപകരണം. അപ്പോൾ മനുഷ്യന് ഭാഷ പഠിക്കാൻ ജന്മസിദ്ധമായ കഴിവിന് എന്താണ് പറയുക? ഭാഷാ സമാർജന ഉപകരണം അഥവാ ലാഡ് എന്നാണ് പറയുക, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും മസ്തിഷ്കത്തിൽ ഭാഷാ പഠനത്തിനായിട്ടുള്ള ലാഡ് ഉണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? നോം ചോംസ്കിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ മനുഷ്യൻ്റെയും മസ്തിഷ്കത്തിൽ ഭാഷ പഠിക്കാനായിട്ടുള്ള ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഉണ്ട് അല്ലെങ്കിൽ ഭാഷാ സമാർജന ഉപകരണം ഉണ്ട് എന്ന് പറഞ്ഞത് നോം ചോംസ്കിയാണ്. അത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. മനസ്സിലായല്ലോ. അടുത്തത് ഭാഷയുടെ പ്രാഗ്രൂപം
മസ്തിഷ്കത്തിൽ ഉണ്ട്. അതായത് ഭാഷയുടെ പ്രാഗ്രൂപം മസ്തിഷ്കത്തിലുണ്ട്. ഓരോ കുട്ടിയുടെ മസ്തിഷ്കത്തിലും ഭാഷയുടെ പ്രാഗ്രൂപം ഉണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? നോം ചോംസ്കിയാണ്. ഭാഷയുടെ പ്രാഗ്രൂപം ഓരോ കുട്ടിയുടെയും മസ്തിഷ്കത്തിലുണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? നോം ചോംസ്കിയാണ്. അപ്പോൾ കുട്ടിയുടെ ഭാഷാ വികാസം ഏതു സംസ്കാരത്തിലും ഒരേ രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ മലയാളികളുടെ സംസ്കാരത്തിലായാലും ഇംഗ്ലീഷുകാരുടെ സംസ്കാരത്തിലായാലും ഹിന്ദിക്കാരുടെ സംസ്കാരത്തിലായാലും ഏത് സംസ്കാരത്തിലായാലും ഒരു കുട്ടിയുടെ ഭാഷാ വികാസം ഒരേ രീതിയിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഭാഷാ വികാസം അല്ലെ, ഭാഷാ വികാസത്തിൻ്റെ ഘട്ടങ്ങൾ ഒരേ പ്രായത്തിലാണ് ഒരു കുട്ടിക്ക് ഉണ്ടാവുക. ഓരോ കുട്ടികൾക്കും ഒരേ സമപ്രായത്തിലാണ് എന്തുണ്ടാവുക? ഭാഷാ വികാസത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും നടക്കുന്നത് എന്നും പറഞ്ഞത് നോം ചോംസ്കിയാണ്. മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ. ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ പിതാവാണ്. ചേഷ്ടാവാദത്തെ എതിർത്തു. അറിവ് എന്നത് കേവലം വിവരമല്ല വിജ്ഞാനമാണ് എന്ന് പറഞ്ഞു. ലാംഗ്വേജ് ആൻഡ് മൈൻഡ് എന്ന ഗ്രന്ഥം രചിച്ചു. യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തം ഭാഷാ വികസനത്തിന് ആവശ്യമാണെന്ന് പറഞ്ഞു. മനുഷ്യന് ഭാഷ പഠിക്കാൻ ജന്മസിദ്ധമായ കഴിവാണ് എന്ത്? ഭാഷാ സമാർജന ഉപകരണം അഥവാ ലാഡ്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അല്ലേ. അപ്പോൾ അത് ഓരോരാളുടെ മസ്തിഷ്കത്തിലും ഉണ്ട് എന്ന് പറഞ്ഞത് നോം ചോംസ്കിയാണ്. അതുപോലെ തന്നെ ഓരോ കുട്ടിയുടെ മസ്തിഷ്കത്തിലും ഭാഷയുടെ പ്രാഗ്രൂപമുണ്ട് എന്ന് പറഞ്ഞു. പിന്നെയോ കുട്ടിയുടെ ഭാഷാ വികാസം ഏത് സംസ്കാരത്തിലായാലും ഒരേ രീതിയിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഭാഷയുടെ വികാസഘട്ടങ്ങൾ ഓരോ കുട്ടികളിലും ഒരേപോലെയാണ് അല്ലെ, ഒരേ പ്രായത്തിൽ ഒരേ ഘട്ടം ഘട്ടമായിട്ടാണ് നടക്കുന്നത് എന്നും ആര് പറഞ്ഞു? നോം ചോംസ്കി പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായല്ലോ. പ്രീവിയസ് ക്വസ്റ്റ്യനും അതോടനുബന്ധിച്ച വസ്തുതകളുമാണ് നമ്മൾ ഈ LPUP സ്പെഷ്യൽ ടോപ്പിക് സീരീസിലൂടെ പഠിക്കുന്നത്. അപ്പോൾ ഇന്നെടുത്ത ബോധനശാസ്ത്രം എന്ന ഭാഗത്തെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും ഉണ്ട്. അപ്പോൾ അതെല്ലാം വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ അതോടനുബന്ധിച്ച വസ്തുതകൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് മുഴുവൻ മാർക്കും ഇനി PSC ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ പഠിച്ചെടുക്കാൻ സാധിക്കും. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്